സൗമ്യ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്തരം മറ്റ് സീരിയൽ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലാണെങ്കിൽ ദേവേനി ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് ഓടിയെത്തിയേക്കുക കേട്ടോ. അനന്തപുരിയിലോട്ട് വേണം. അനാമികയോടും രേവതിയോടും പറയുന്നുണ്ട്, എന്തായാലും അനിയെ ഈ വീട്ടിലുള്ള എല്ലാവരും ചൂട് പിടിപ്പിച്ചു കൊള്ളണം. അനിയുടെ വല്യമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് നിങ്ങൾ മൗനം പാലിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴത്തേനും നയന ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കണം. അതുപോലെ തന്നെ അമ്മയെ കൊണ്ട് നയനെ പുറത്താക്കിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ, എല്ലാവരോടും പറയണം നയനയാണ് അമ്മയെ കിടപ്പിലാക്കിയത് നിങ്ങളെല്ലാവരോടും പറയണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇതൊന്നും വേണോ അറിയുന്നില്ലല്ലോ. ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ ആദർശിനോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും മാരകമായ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ മരിക്കത്തില്ല, പക്ഷേ കുറേ നാൾ മരിച്ചതുപോലെ കിടക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം ദേവേനിക്ക് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല, ഒരേ കിടപ്പിലായിരിക്കും. അപ്പോഴത്തേനും ഇനി കുറേ നാളത്തേക്ക് നമ്മുടെ നയനയ്ക്ക് ദേവേനിയുടെ ശല്യം ഉണ്ടാവത്തില്ല. അതുമാത്രമല്ല ദേവേനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇനി നയനയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദേവേനിക്ക് മനസ്സിൽ നമ്മുടെ നയനയെ സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് നയനയ്ക്ക് കിട്ടിയേക്കണം കേട്ടോ. അപ്പം ദയവായിട്ട് കൊടുത്ത ഒരു ശിക്ഷയായിട്ടാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ നയന ആണെങ്കിൽ ദേവേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ദേവേനി നയനെ സ്നേഹിച്ച് തുടങ്ങുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.